ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വയനാടൻ ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഓൾറെഡി ഞാൻ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്താ പറയുക കണ്ണീർ കടലാക്കി മാറ്റിയ നമ്മുടെ ചൂരൽമല ഉണ്ടല്ലോ, അപകടം നടന്ന സ്ഥലം, അവിടത്തേക്കാണ്. താഴെ ചിപ്സ് തിന്നാൻ അമ്മക്കും മേച്ചുമാർക്കും തരുവാ. താടാ താടാ അസല്ല നമുക്ക് കൂടെ തരാനല്ലേ മനുഷ്യന്. താപ്പ തേച്ച് കൊടുക്കോ? അബിക്കോ അനുനോ നമ്മള് പൊറുക്കിച്ചടിക്കോളൂ. നമ്മളെവിടെ വന്നിനിപ്പം? നമ്മളിപ്പോ എവിടെ ഉള്ളത് വെച്ചു? നമ്മളെവിടെ ഉള്ള ഇപ്പൊ? കൊറച്ച് താപം ആ സാറിന് ഞാൻ പൊറുക്കി തരും. ഇപ്പൊ നിന്നെ ആന പിടിച്ചോണ്ട് പോകുമ്പോ തന്നോ. താടാ നീ എവിടെ വന്നിനത് പറ. ധൻശിവേ എടാ തെച്ചു പൊട്ടാ. എടാ നീ വയനാട്ടിലുള്ളത്? നീ വയനാട്ടിലുള്ളേ? അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ധൻഷു ബേബി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടുന്ന് നമ്മൾ വരുന്ന വഴിക്കുന്ന ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതൊരാൾക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എത്തിക്കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു, കാരണം ഇപ്പം വിസിറ്റേഴ്സിനെയൊക്കെ അലോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വയനാടൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതാ മരിച്ചവരൊക്കെ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭൂമിയിൽ എത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ മൈൻഡ് വേറൊരു ഇതിലേക്ക് കൺവേർട്ട് ആയിട്ടോ. അതായത് നമ്മൾ 2 ദിവസം നല്ല അടിച്ചു പൊളിച്ച് എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ ഈ ഒരു ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എല്ലാവരുടെയും മൈൻഡ് മൊത്തത്തിൽ അങ്ങ് ഔട്ടായ പോലെ. കാരണം എന്താ പറയുക ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളല്ലേ ഇല്ലാതായത്. അപ്പോൾ നമുക്ക് എന്തോ ഒരു എന്താ പറയുക ഭയങ്കര ഒരു വിഷമം പിടിച്ച ഒരു ഫീലിങ്സ് ആയിരുന്നു എല്ലാവർക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവിടെ മരിച്ചവരുടെ ഫോട്ടോസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് എന്താ പറയുക മൊത്തത്തിൽ നോക്കാനുള്ള ആ ഒരു ശേഷിയില്ല എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ. കണ്ടോ അവിടെയുള്ള കടകളൊക്കെ കണ്ടോ, ആ ഒരു ദുരന്തത്തിൻ്റെ അവശേഷിപ്പായിട്ട് ഇതൊക്കെയാണ് ഇനിയിപ്പം ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇപ്പുള്ള ആ ഒരു ഇത് കണ്ടോ കോലം. ശരിക്കും ഈ ഒരു മണ്ണിൽ ചവിട്ടുമ്പോൾ ഉണ്ടല്ലോ നെഞ്ച് പെടയുന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ചോര പുരണ്ട ഒരു മണ്ണാണിത്. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിലൂടെ നടന്നു പോകുമ്പം മരിച്ചുപോയവരുടെ ആത്മാവിന് എന്താ പറയുക ആത്മശാന്തി കിട്ടണമെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. ഇനിയിപ്പം നമുക്ക് അവർക്കൊക്കെ വേണ്ടി അതല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ ടി വിയിലൊക്കെ ലൈവായിട്ട് കണ്ട സംഭവമാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ നിർമ്മാണം, പട്ടാളക്കാർ നിർമ്മിക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ദുരന്ത ഭൂമിയിൽ നടന്ന ആ സംഭവങ്ങളൊക്കെ നമ്മൾ ടി വിയിൽ ലൈവായിട്ട് കണ്ടതാണല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്ലാനിങ്ങിൽ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥലം. പെട്ടെന്ന് ആരാണാവോ പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല ഇവിടത്തേക്ക് പോവാന്നുള്ളത്. നമ്മുടെ ഗ്യാങ്ങിൽ ആരോ ഒരാൾ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഇവിടെ വന്ന് പോയല്ലോ എന്നായിപ്പോയി കേട്ടോ. കാരണം അത്രയും എന്തോ ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു എനിക്ക് തിരിച്ചെത്തിയിട്ടും. ഇപ്പോൾ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും എനിക്ക് എന്തോ ഭയങ്കര വിഷമം കേട്ടോ അവിടെ ചെന്നെത്തിയ ആ നിമിഷങ്ങളൊക്കെ ഓർക്കുമ്പം. അപ്പോൾ നമ്മൾ ആ തകർന്നടഞ്ഞ സ്കൂളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനിപ്പോൾ കാണിച്ചല്ലോ. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട ആ അപകട സമയത്ത് എങ്ങനെയാണോ അത് കണ്ടത്, ഏതാണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോഴും അതവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇത് കാണാനായിട്ട് ഒരുപാട് പേരിതാ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങേ ഭാഗത്ത് എന്താ പറയുക പോകാൻ വേണ്ടി വിടുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നപ്പം കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നു വന്നു. അതെന്താണെന്നറിയില്ല, അതിൻ്റെ അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തൊന്നും പോകാൻ വേണ്ടി വിടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ദുരന്തം നടന്ന സമയത്തൊന്നും നമുക്കെല്ലാം ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഓർത്ത് എന്താ പറയുക, നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. അതായത് ആ ഒരു കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ആ പാറക്കെട്ടുകൾ, അത് ഇത്രയും വലുതാണെന്നുള്ളത് നമുക്ക് ടി വിയിലൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല കേട്ടോ. ആ ടി വിയിലൊക്കെ കാണിക്കുന്ന സമയത്ത് ആ പാറക്കല്ലുകൾ ഇത്രയും വലിപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് എത്രമാത്രം വലിയ പാറക്കെട്ടുകളാണ് തകർന്നടിഞ്ഞു വന്നത് എന്നുള്ളത്. ഇപ്പം എന്നാ പറയാനുള്ളേ, ഇവിടെ എത്തിയപ്പോൾ മൊത്തം ഒരു എന്താ പറയാ, സങ്കടം തോന്നുന്നൊരവസ്ഥ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നേരത്തെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഈ ഒരു ബ്രിഡ്ജിലുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അലൗഡ് ആയിട്ടുള്ള വെഹിക്കിൾസും നോട്ട് അലൗഡ് ആയിട്ടുള്ള വെഹിക്കിൾസൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം. അപ്പോൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് നോക്കുകയാണ് കേട്ടോ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ. ചില സമയത്ത് നമ്മൾ പ്രകൃതി ഭംഗി നല്ല പോലെ ആസ്വദിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും. എന്നാൽ ചില സമയത്ത് നമുക്കിതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴായാലും നമ്മൾ എന്താണ് പ്രകൃതിനെ തന്നെ ശപിച്ചു പോകുന്ന നിമിഷങ്ങൾ എന്നൊക്കെ ഉണ്ടല്ലോ. അതാണ് കേട്ടോ ഈ ഒരു മണ്ണിലെത്തിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എന്താ കുറേ അധികം കുരങ്ങന്മാർ ഇതുപോലെ സൈഡിൽ ഇരുന്നിട്ട് നമ്മളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഭയങ്കര എന്താ പറയുക, ഈ ട്രിപ്പൊക്കെ പോകുന്നത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും പിന്നെ എന്താ കുറച്ച് അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടെ അങ്ങനെ ഒന്ന് സെറ്റ് ആവാനാണല്ലോ, എല്ലാവരും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കാനാണല്ലോ. പക്ഷേ ഇത്തരം എന്താ പറയുക വേദനാജനകമായ സ്ഥലത്തൊക്കെ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ ആ ഒരു ഇത് തന്നെ എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും എന്താ പറയുക വിഷമം തോന്നുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് എത്ര ഇത് കഴിഞ്ഞിട്ടും ആ ഒരു ഇത് മാറുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മൾ കുറേ ഇങ്ങോട്ടേക്ക് എത്തി ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഞാനുള്ളത്. എല്ലാവരും നല്ല രീതിക്ക് ചിരിക്കുന്നു, കളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി എവിടെയോ ഒരു വിഷമം, എന്താ പറയുക, അവരൊക്കെ നമ്മളെ വിട്ട് പോയല്ലോ, നമുക്കൊക്കെ ഇന്ന് ഇതൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ടേക്ക്. നമ്മളിത് എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഉറങ്ങുന്നുണ്ടായിരുന്നു കാറിൽ നിന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും എണീച്ച് ദൻഷു ബേബി എല്ലാവരും നല്ല വർത്താനമൊക്കെ പറഞ്ഞ് സെറ്റാവുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നമ്മൾ സിന്ധു ആൻറ്റീനെയാണ് വീട്ടിലേക്ക് ഇറക്കുന്നത്. ഫസ്റ്റ് സിന്ധു ആൻറ്റി എല്ലാ ചെടികളും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ദൻഷു ബേബി അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിള്ളേരൊക്കെ ഉറക്കമാണ് എല്ലാവരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഇത് കേട്ടോ. ഈ ഒരു വയനാട് യാത്ര ഇവിടെ വെച്ച് എൻ്റെ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.